നമസ്കാരം. രാമായണ പാരായണ പ്രഭാഷണത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ലക്ഷ്മണോപദേശത്തിന് ശേഷം ശ്രീരാമൻ സീതയോടെ യാത്ര പറയാൻ പോകുന്ന ഒരു രംഗമാണ് അടുത്ത് വായിക്കുന്നത്. സീതയുടെ ജ്ഞാനം എന്തുമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഭാഗം മതിയാകും. ശ്രീരാമൻ സീതയുടെ അന്തഃപുരത്തിൻ്റെ വാതിൽക്കൽ വന്ന് ദാസിമാർ കതക് തുറന്നു കൊടുക്കുന്നു. അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ ഭാഗത്താണ് തുടങ്ങുന്നത്. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിന ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്ത് സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധി വാരണവീരനെങ്ങ് മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞ് അതിരുമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ട് പൃഥ്വീപതിസുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതൻ അറികടൂ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ട് ജാനകിയും രാമഭദ്രനോടിദ്ധമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമവസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിന് ഇന്നു തോന്നിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്വികുലമൗലിമാലികേ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയാമമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും
മാതാവിനാശുവരവും കൊടുത്തിതു താതൻ, അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ച് വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല, മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവൻ യുദ്ധം പറഞ്ഞതു കേട്ടൊരു രാകാശശിമുഖിതാനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ, ഘോരസിംഹവ്യാഘ്രസൂകര സൈരിഭ വാരണ വ്യാള ഭല്ലൂക വൃഗാദികൾ, മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്ടൊമ്ലകഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും, തത്ര നിർമ്മല വ്യഞ്ജനാമൂവാന്നവാനാദി സന്മധുക്ഷീരങ്ങളില്ല. ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും, നേരെ പെരുവഴിയും അറിയാതവല്ലാരെയും കാൺമാനുമില്ല അറിഞ്ഞിടുവൻ. ശീതവാതാതപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നീടുക. വന്നീടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായിക മേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ, മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്ക്, അതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടുല.
ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടു വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിത് സത്യമാതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണമന്ത്രാർദ്ധവമോർക്കണം, പ്രാണാവസാനകാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്ന അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളമാതരാൽ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തുപെയ്തിടുന്നിതശ്രുകണങ്ങളും ജാനകീദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായ അനുഗ്രഹം ചെയ്തു തനയന് പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരിക
തേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്ന് രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കമാരി സേവിതൻ നാനാജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ട് ഖേദം കലർന്ന് പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ ഹാ. കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രയ്ക്കു 2 വരം നൃപനേകിനാൻ പോൽ അതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്. ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോക നാം എങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവമരുൾ ചെയ്തിതന്നേരം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുവേ. കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാവാദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ. ജനകജാലക്ഷ്മീ ഭഗവതി യോഗമായാപരാ. മായാഗുണങ്ങളെ താൻ അവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നിതീശ്വരൻ. ആദ്യൻ അജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു
ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാദോനിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് കൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ. ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന അതിഭക്തനായൊരു മഹാബലിയോടു ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ച് ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്ന് അതിൻ കാരണം മന്ധരയല്ല കൈകേയിയല്ല ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. ശ്രീരാമൻ വനയാത്രയ്ക്ക് ഒരുമ്പെടുമ്പോൾ സീതയോട് യാത്ര ചോദിക്കാൻ പോവുകയാണ്. സീതയോട് പറയും, നീ അമ്മമാരെയൊക്കെ ശുശ്രൂഷിച്ച് ഇവിടെ താമസിക്കണം, ഞാനിപ്പോൾ വരും, 14 സംവത്സരം കഴിഞ്ഞ് ഞാൻ ഉടനെ വരും എന്ന് പറയുമ്പോൾ സീത പറയുന്നുണ്ട്, രാമായണങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും രാമനെ കൂടാതെ സീതയെ കൂടാതെ രാമൻ കാനനവാസത്തിന് പോയിട്ടില്ല. ഞാനില്ലാതെ എങ്ങനെയാണ് അങ്ങ് പൂർണ്ണമാകുന്നത് എന്ന് ചോദിക്കുകയാണ് സീത. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. ശ്രീരാമൻ്റെ പാരമ്പര്യത്തിലൊന്ന് സ്പർശിക്കുകയാണ് സീത ഇവിടെ. കാരണം
പാരമ്പര്യവശാൽ തന്നെ ശ്രീരാമൻ്റെ കുടുംബക്കാരെല്ലാം ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ സീതയെ കൊണ്ട് പറയിക്കുന്നില്ല, രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങളൊഴിഞ്ഞ് ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമിപ്പദം എന്ന് പറയിക്കുന്നുണ്ട്. അവിടെ സൂക്ഷ്മമായി ആശാൻ വിളിക്കുന്നതാണ് അജപൗത്ര എന്ന പ്രയോഗം. ശ്രീരാമൻ്റെ അച്ഛൻ, ദശരഥൻ്റെ അച്ഛനായ അജൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഇന്ദുമതി മരിച്ചതിന് ശേഷം അവളില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയുകയില്ല, അവളോടൊപ്പം ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്, അവളില്ലാതെ എനിക്കിനി ഭക്ഷണമോ വെള്ളമോ വേണ്ടതില്ല, ഞാൻ പ്രായോപവേശം ചെയ്ത് മരിക്കുകയാണ് എന്ന് പറഞ്ഞ് അറയിലേക്ക് പ്രവേശിച്ച് പട്ടിണി കിടന്ന് മരിച്ച ആളാണ് അജമഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനാണ് രാമൻ. അദ്ദേഹത്തിൻ്റെ സഞ്ചിത സംസ്കാരത്തെ സീത സ്പർശിക്കുകയാണ്, പാരമ്പര്യ സംസ്കൃതിയെ. അങ്ങനെയുള്ള ഒരാളിന് എന്നെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുമോ? അജമഹാരാജാവിൻ്റെ പൗത്രനായ ഒരാളിന് എൻ്റെ കണ്ണീര് കണ്ടിട്ട് പോകാൻ കഴിയുമോ? എൻ്റെ ദുഃഖം കണ്ടിട്ട് എന്നെ ഇട്ടേച്ച് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് രാമൻ പറയുന്നത്, അവിടെ നീ ഇന്ന് അനുഭവിക്കുന്ന പോലുള്ള സുഖം നിന്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ അനുഭവിച്ചു വന്നതും എൻ്റെ കൊട്ടാരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ യാതൊരു സൗകര്യവും അവിടെ കിട്ടുകയില്ല, ജീവന് പോലും ഉറപ്പില്ല. കാരണം ഇതാണ് ഘോരമൃഗങ്ങളാണ്, വ്യാഘ്ര സൂകര സൈരിഭ വ്യാള ഭല്ലൂകങ്ങൾ. വ്യാഘ്രം എന്ന് വെച്ചാൽ കടുവ, സൂകരമുണ്ട്, കാട്ടുപന്നിയുണ്ട്, കാട്ടുപോത്തുണ്ട്, അതുപോലെ തന്നെ തീ തുപ്പുന്ന പാമ്പുകളുണ്ട്, പോരാത്തതിന് ആമിഷഭോജികളായുള്ള രാക്ഷസന്മാരുണ്ട്. അവരെ കണ്ടാൽ പേടിയാവും, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും പേടി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോഴും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മട്ടിൽ തന്നെ സീത നിന്നുകൊണ്ട് പറയുന്നുണ്ട്, സാരമില്ല, മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ മുമ്പേ പോവാം, മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. ആദ്യം ഹിംസ്ര ജന്തുക്കൾ ഉണ്ടെങ്കിൽ എന്നെ ആക്രമിച്ചോട്ടെ. ജന്തുക്കളുടെ ഒരു പ്രത്യേകത, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറകെ വരുന്നവരെ ആക്രമിക്കില്ല. ഈ മനുഷ്യനാണല്ലോ തിന്നിട്ട് സംഭരിക്കുന്നത്, തിന്നിട്ട് വീണ്ടും എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. പക്ഷേ ജീവജാലങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ കടുവ വയറ് നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ കടുവയിലെടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് കടുവ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ തിന്നോട്ടെ ആദ്യം, അപ്പോൾ അങ്ങ് സുരക്ഷിതനാവുമല്ലോ എന്ന് പറയുന്നൊരു രംഗമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിട്ട് പറയുന്നുണ്ട്, ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്ക്. ഭർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് എനിക്ക് സ്വർഗം, ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സുഖം. അങ്ങ് മറ്റൊന്നും എനിക്ക് ചെയ്തു തരണ്ട, അങ്ങയുടെ കൂടെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് സ്വർണമോ വൈഡൂര്യമോ രത്നമോ ഒന്നും സമ്പാദിച്ചുകൊണ്ട് അങ്ങ് തരണ്ട, എനിക്ക് അങ്ങയുടെ മറ്റൊരു ധനസമ്പാദനവും വേണമെന്നില്ല, മറ്റൊരു തരം സൗഖ്യവും വേണമെന്നില്ല, അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി, അങ്ങയുടെ കൂടെ സഞ്ചരിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി എന്ന് പറയുന്ന സീതയുടെ മാനസിക സ്നേഹത്തിൻ്റെ ആഴമാണ് സത്യത്തിൽ ഈ രംഗം നമുക്ക് കാണിച്ചു തരുന്നത്. അത്രയേറെ പറയുമ്പോൾ ഹൃദയദ്രവീകൃത ശേഷിയുള്ള വാക്കുകളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, എങ്കിലോ നീയും വന്നോളൂ, നീ വന്നോ, കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് അയോധ്യാവാസികൾ പറയുന്നുണ്ട്, ഇന്നലെ വരെ ദശരഥനാണ് പുത്രസ്നേഹമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പിതാവെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു, ഇന്നിതെന്താ ഇങ്ങനെ തോന്നാനെന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, അത് ദശരഥ മഹാരാജാവിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആ കൈകേയി ഉണ്ടല്ലോ, അവൾ ഒറ്റൊരുത്തി അത് ചെയ്യിച്ചത്, അവൾ ഭരതന് രാജാവാക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന്. അപ്പോൾ സാധാരണ ജനത പറയുന്നൊരു മറുപടിയുണ്ട്, ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെയാണ് ഞങ്ങളുടെ അയോധ്യ, അതുകൊണ്ട് ഞങ്ങളും പോകുന്നു, നമുക്കും പോകാമെന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് മറ്റൊരു ഭാഗം പറയേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മണൻ സുമിത്രാദേവിയോട് യാത്ര ചോദിക്കാൻ പോകുമ്പോൾ സുമിത്രാദേവി പറയുന്നൊരു ഒരു രംഗമുണ്ടല്ലോ, എന്താണ്, രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദപൂർവ്വം കണക്കാക്കണമെന്നൊക്കെ പറഞ്ഞു. ശ്രീരാമനെ ദശരഥ മഹാരാജാവായി കാണണം, സീതയെ ഞാനായി കാണണം, എന്നുവെച്ചാൽ സുമിത്രയായി കാണണം,
അയോധ്യയെ കാടിനെ അയോധ്യയായി കാണണം, അങ്ങനെ വിചാരിച്ചാൽ നീ നന്നായി വരും, പോയിട്ട് വാങ്ങാം. ഒരമ്മയ്ക്ക് ഇതിൽ പരം സുന്ദരമായി അല്പം പോലും അശ്ലീലം കലരാതെ ഒരു മകനെ ഉപദേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സുമിത്രയുടെ ഉപദേശമാണ് ഏറ്റവും ഗംഭീരമായ രാമായണത്തിലെ വരികൾ എന്ന വരിരുചിക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആന്തരികാർത്ഥം ഇത്രയേ ഉള്ളൂ. ശ്രീരാമനും സീതയും നീയും കൂടെയാണ് കാട്ടിലേക്ക് പോകുന്നത്. നീ ശ്രീരാമനെ പോലെ ശാന്തനല്ല, നിനക്ക് അതിവൈകാരികതയുള്ളവനാണ് നീ. വളർത്തിയ അമ്മയ്ക്കറിയാമല്ലോ, അതിവൈകാരികതയുടെ മൂർത്തിയാണ് നീ. നിങ്ങളിങ്ങനെ സഞ്ചരിച്ചു പോകുന്നു, പർണശാല കെട്ടി ശ്രീരാമനും സീതയും അതിനുള്ളിൽ താമസിക്കും, നീ പുറത്തെ കാവൽ നിൽക്കും. അവർ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. അവർക്ക് പലതും പറയാനുണ്ടാകും. അവർ പലതും തമാശകൾ പറഞ്ഞെന്നിരിക്കും, ചിരിച്ചെന്നിരിക്കും. നീ കാട്ടിനുള്ളിൽ വെച്ച് പലതും കണ്ടെന്നുമിരിക്കും. അപ്പോൾ ശാരദാകാശത്തിലെ തണുത്ത നിലാവ് നിന്റെ സിരകളെ ചൂട് പിടിപ്പിക്കുമ്പോൾ, നിനക്ക് ഊർമ്മയുടെ സ്മൃതി വരുമ്പോൾ, നീ വല്ലാതെ നിന്റെ ശരീരം പ്രകമ്പനം കൊള്ളുമ്പോൾ, പർണശാലയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറാൻ നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ വ്യഗ്രത കൊള്ളുമ്പോൾ നീ വിചാരിക്കണം, അതിനകത്ത് കിടന്നുറങ്ങുന്നത് ശ്രീരാമചന്ദ്രനും സീതയുമല്ല, നിന്റെ അച്ഛനും ഞാനുമാണ്. ഇത്രത്തോളം മനോഹരമായും സംശുദ്ധമായും സ്നിഗ്ധമായും ആർദ്രമായും ജീവിതബോധോത്വംസമായും ഒരമ്മയ്ക്ക് മകനെ ഉപദേശിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളായി ഇത് മാറിയത്. ഇതെഴുതിയ എഴുത്തച്ഛൻ മലയാളത്തിൻ്റെ വജ്രാക്ഷരമായി ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ നിൽക്കുന്നതും ഈ ജീവിതബോധത്തിൻ്റെ ആഴം കൊണ്ടാണ്. എല്ലാവർക്കും ഈ വിതുമ്പിപ്പോയതിന് അല്പം പോലും ക്ഷമ ചോദിക്കാതെ, അതൊരു കവിയുടെ, ഒരു എഴുത്തുകാരൻ്റെ, എഴുത്തച്ഛൻ എന്ന മഹാകവിയുടെയും രാമായണം എന്ന മഹഗ്രന്ഥത്തിൻ്റെയും ഗരിമ കൊണ്ടാണ് ഏതൊരു മനുഷ്യനെയും വിതുമ്പിപ്പിക്കുന്നത്. ഇതിങ്ങനെ ഒരു ചാനലിലിരുന്ന് വായിക്കുകയാണ് എന്ന് പോലും തോന്നാത്ത തരത്തിൽ എൻ്റെ കണ്ണുകൾ നിറച്ചത് ആ വാക്കിൻ്റെ ശക്തിയാണ്. ആ വാക്കിൻ്റെ ശക്തി നിങ്ങളെയും ബലവത്താക്കുമാറാകട്ടെ. നമസ്കാരം.